മനസ്സിലായില്ലേ? ഇനിയോ ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ പേരിൽ പറഞ്ഞ ഈ നുണ, പാച്ച നുണ, ഭീകരമായ അബദ്ധം അല്ലേ, മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന വഞ്ചന. ഈ വഞ്ചന നടത്തിയിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ യസീദ് അൽ ബിസ്വാമി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു വലിയ കളവ് നടത്തുന്നുണ്ട്. എന്താണത്? അബൂ യസീദ് അൽ ബിസ്വാമി റളിയല്ലാഹു അൻഹു ബിസ്വാമിയിലേക്ക് വന്നിട്ട് റമദാനിൽ ഭക്ഷണം കഴിച്ചു. എന്തിന് തെളിവ്? വലിയനെ നോമ്പെടുക്കണ്ട, വലിയ തന്ന വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന ഈ പുത്തൻവാദത്തിന് തെളിവായി പറയാണ്. വാസ്തവത്തിൽ അവിടെ നടത്തിയത് ഭീകരമായ കളവല്ലേ നൗഷാദ്? അബൂ യസീദ് അൽ ബിസ്വാമി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പറഞ്ഞത് പാച്ച കളവല്ലേ നൗഷാദ് മൗലവി അല്ലേ? ധൈര്യമുണ്ടോ തെളിയിക്കാൻ? ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്വാമി തങ്ങൾ യാത്രക്കാരനായി വരുമ്പോൾ യാത്രക്കാർക്ക് നോമ്പ് നിർബന്ധമില്ല, യാത്രക്കാർക്ക് ആ ഒരു ഇളവുണ്ട്. ആ ഇളവ് ഉപയോഗിക്കുകയാണ് അബൂ യസീദ് അൽ ബിസ്വാമി തങ്ങൾ ചെയ്തത്. യാത്രക്കാരനായി വരുന്ന തങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് നോമ്പ് നിർബന്ധമില്ല, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഭക്ഷണം കഴിച്ചത് എന്ന് പറയുന്ന ഭാഗം കട്ടുവെച്ചിട്ടല്ലേ നൗഷാദ് വായിച്ചത്? നൗഷാദിന്റെ വായന കേൾക്കും. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്വാമി റളിയല്ലാഹു അൻഹു ബിസ്വാമിയിലേക്ക് വന്ന സംഭവം, മഹാനവറുകൾ നാട് കടത്തപ്പെട്ടു, അങ്ങനെയൊക്കെ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനുശേഷം അപ്പറഞ്ഞ ഖാദിയാർ മരിച്ചു. ഖാദിയാർ മരിച്ചപ്പോൾ മഹാനവറുകൾ ബിസ്വാമിയിലേക്ക് തിരിച്ചു വന്നു. ബിസ്വാമിലെത്തിയപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി കൂടി. എന്തുണ്ടായി എന്നറിയോ? പടച്ചവനെ, ആളുകളെല്ലാരും കൂടി കൂടിയിട്ട് ഇങ്ങനെ ശല്യം ചെയ്താൽ നമുക്ക് ഇബാദത്ത് നടക്കൂല എന്ന് മനസ്സിലാക്കി അബൂ യസീദ് അൽ ബിസ്വാമി തങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? റമദാനിലാണ് പത്തിരി ഇങ്ങോട്ടെടുത്തു. റമദാനിന്റെ പകലിലാണ് അബൂ യസീദ് അൽ ബിസ്വാമി റളിയല്ലാഹു അൻഹു പത്തിരി എടുത്ത് നിന്നാൻ തുടങ്ങി. പിന്നെ അപ്പോഴേക്ക് ചില ആള് കണ്ടോ, ഞാനിതാ പറഞ്ഞു മൂപ്പര് ശരിയല്ലെന്ന് ഖാദിയാര് പറഞ്ഞു. ഖാദിയാരുടെ ദീർഘവീക്ഷണമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ അവര് തിന്നാൻ തുടങ്ങിയില്ലേ? റമദാനിന്റെ പകലിൽ നമ്മുടെ ഖാദിയാര് മരിച്ചുപോയ മൂപ്പര് ഇങ്ങോട്ട് തന്നെ വന്ന് അക്കാദി അന്നേ എഴുതി വെച്ച് കുറെ മുമ്പ് ചൂഷണം ചെയ്യപ്പെടുന്ന ആത്മീയത എന്ന സീഡി ഇറക്കിയപ്പോ ഖാദി അന്നേ പറഞ്ഞു മൂപ്പര് ശരിയല്ല. ഇപ്പൊ മനസ്സിലായില്ല ഈ ഖാദി ശരിയല്ല? സഹോദരങ്ങളെ, അബൂ യസീദ് അൽ ബിസ്വാമി തങ്ങളെ കഥ പറയുമ്പോ അതും കൂടി കൂട്ടിച്ചേർത്ത് പറ. അപ്പൊ നിങ്ങളെ ശരീഅത്ത് എവിടെ പോയി? കണ്ടില്ലേ? ശരീഅത്ത് എവിടെ പോയി? ശരീഅത്ത് ബാധകമല്ല എന്ന് പറയാൻ അബൂ യസീദ് അൽ ബിസ്വാമി തങ്ങളുടെ പേരിൽ നടത്തിയത് ഭീകരമായ കളവല്ലേ മൗലവി? ധൈര്യമുണ്ടോ ആ കിതാബ് വായിച്ചിട്ട് ഇങ്ങനെ താങ്കൾ വായിച്ചതുപോലെയാണ് കിതാബിലുള്ളത് എന്ന് തെളിയിക്കാൻ നൗഷാദിന് ധൈര്യമുണ്ടോ? അല്ലേ? എന്ത് വലിയ കബളിപ്പിക്കലാ നടത്തിയത് നോക്കി നിങ്ങൾ. ആ കിതാബില് നൗഷാദ് കട്ടഭാഗം പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ബഹുമാനപ്പെട്ടവരെയും അബൂ യസീദ് അൽ ബിസ്വാമി റളിയല്ലാഹു അൻഹു അവിടെ എത്തി. വക്കാന ഫി റമദാന, ബഹുമാനപ്പെട്ടവര് ഒരു റൊട്ടി കഷ്ണം കഴിച്ചു. എന്തായിരുന്നു കഴിക്കാനുള്ള കാരണം? ശരീഅത്തിന് വിരുദ്ധമായി ചെയ്തതല്ല. വഖസദ അർറുഖ്സത ബിദാലിക, ബഹുമാനപ്പെട്ടവര് റുഖ്സ ഉദ്ദേശിച്ചുകൊണ്ടാണ് കഴിച്ചത്. എന്ന് പറഞ്ഞാൽ യാത്രക്കാരനായ മറ്റൊരു നാട്ടിൽ നിന്ന് വരികയാണ്. ദീർഘമായ യാത്ര ചെയ്യുന്ന യാത്രക്കാരന് നോമ്പ് നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നോമ്പ് നിർബന്ധമില്ലാത്ത സ്ഥിതിയിലാണ് അബൂ യസീദ് അൽ ബിസ്വാമി തങ്ങളുള്ളത്. അതുകൊണ്ടാണ് അവിടുന്ന് ഭക്ഷണം കഴിച്ചത് എന്ന് പറയുന്ന ഭാഗം എന്തേ കട്ടത് മൗലവി? ആർക്ക് വേണ്ടിയാ കട്ടത്? ഈ ശരീഅത്തുൽ ഇസ്ലാമിനെ നശിപ്പിച്ച് മുസ്ലിമീങ്ങളെ മുഴുവനും വിശ്വാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് താങ്കൾ ആരുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്ത ഡ്യൂട്ടിയാണ്. അബൂ യസീദ് അൽ ബിസ്വാമി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം പറയുമ്പോൾ മർമ്മപ്രധാനമായ ഈ ഭാഗം കട്ടിട്ടല്ലേ നൗഷാദ് നീ വായിച്ചത്? അല്ലേ? ധൈര്യമുണ്ടോ ആ ഭാഗം ഇല്ലാത്ത ഒരു കിതാബുണ്ടെന്ന് കാണിക്കാൻ? ധൈര്യമുണ്ടോ? അല്ലേ? ഇങ്ങനത്തെ ഭീകരമായ അട്ടിമറികൾ നടത്തിയവനാണ് നൗഷാദ്. ഈ അട്ടിമറിയെക്കുറിച്ച് നമ്മൾ നിരന്തരം ചോദിച്ചിട്ട് അതിന് മറുപടി പറയാത്ത നൗഷാദ് ഇപ്പൊ വേറെ ചില വിഷയത്തിൽ കടിച്ചു തൂങ്ങിയിട്ട് രക്ഷപ്പെടാമെന്ന ഒരു ധാരണ നൗഷാദ് മൗലവിക്കുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലേ? ഔലിയാക്കളുടെ പേരിൽ എന്ത് തോന്നിവാസവും പറയാനും അവരുടെ പേരിൽ ഏത് കളവുകൾ പറയാനും ഒരു നാണവും മാനവുമില്ലാത്ത ഖൗമ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് ചില്ലറ വിഷയമാണോ? അബൂ യസീദ് അൽ ബിസ്വാമി റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ പ്രമുഖനായ മഹാനല്ലേ?
ആ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹും ശിഷ്യന്മാരും ഒരു ഷെയ്ഖുണ്ട് എന്ന് പറഞ്ഞത് കേട്ടതനുസരിച്ച് അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ആ ഷെയ്ഖാണെന്ന് പറയപ്പെടുന്ന ആള് മുൻഭാഗത്തേക്ക് തുപ്പിയപ്പോൾ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നടന്നു, അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചില്ല. ശിഷ്യന്മാർ ചോദിച്ചു, എന്തേ ഉസ്താദേ, അദ്ദേഹത്തെ കാണുന്നില്ലേ? അപ്പൊ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു അദബുണ്ട് ശരീഅത്തിൽ, അത് വലതുഭാഗത്തേക്ക് മുന്നിലേക്ക് തുപ്പരുത്, ഇടതുഭാഗത്ത് തിപ്പാൻ സൗകര്യമുണ്ടെങ്കിൽ. പക്ഷേ അദ്ദേഹം ആ അദബ് പാലിച്ചിട്ടില്ല. ശരീഅത്തിന്റെ ഒരു കറാഹത്ത്, ശരീഅത്തിന്റെ ഒരു ഹുക്മ്, ഹറാമായ ഹുക്മ് ചെയ്തിട്ടില്ല, ഒരു ഫർള് ഒഴിവാക്കിയിട്ടില്ല. പിന്നെയോ ശരീഅത്ത് കറാഹത്തായി പഠിപ്പിച്ച ഒരു കാര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തപ്പോൾ അദ്ദേഹം ഷെയ്ഖാകാൻ പറ്റൂല, അദ്ദേഹത്തെ കാണേണ്ടതില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്ന മഹാനാണ് ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളെ സംബന്ധിച്ചാ പറയുന്നത്, റമളാനിൽ ബഹുമാനപ്പെട്ടവരെ ശരീഅത്തിന് വിരുദ്ധമായി ഭക്ഷണം കഴിച്ചു. മൗലവി, എന്ത് തോന്നിവാസമാണിത്! അള്ളാഹുവിന്റെ ഔലിയാക്കളെ പേരിൽ താങ്കൾ നടത്തിയ ഈ കളവ് എത്രമാത്രം ഭീകരമായ കളവാണ്! ഈ കളവ് എവിടെയാണ്, ഏത് കിതാബിലാണുള്ളത് എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിട്ട് എന്തേ നൗഷാദെ ഇതുവരെ ആ കിതാബ് പറയാതെ പോയത്? എന്തേ ഈ കിതാബ് പറയാതെ പോയത്? എത്ര കൊല്ലമായി ഇത് പ്രസംഗിച്ചിട്ട്? ഈ മഹാബദ്ധം പറഞ്ഞിട്ട് എത്ര കൊല്ലമായി? ഈ കിതാബ് മറച്ചു വെച്ചിട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളെ പരിഹസിക്കുവാൻ, നിസ്സാരപ്പെടുത്തുവാൻ താങ്കൾ ഈ ചെയ്ത തോന്നിവാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? എവിടെയാ ഇബാറത്ത്? കാണിക്കൂ, ഇബാറത്ത് കാണിക്കൂ. എൻ്റെ 9ാമത്തെ ചോദ്യമാണ്, 9ാമത്തെ ഇബാറത്ത് ഞാനിപ്പോൾ ചോദിച്ചത്. അതുകൊണ്ട് ഇനി അടുത്തത് എവിടെയാണ് നിങ്ങളെ ചട്ടിങ്കലവും കൊണ്ടുപോയി വെക്കുന്നത്? അവിടെ നിന്ന് പറഞ്ഞോളണം. എൻ്റെ ഈ 9 ചോദ്യത്തിനും 9 ഇബാറത്തുകളും കൊണ്ടുവരണം. അല്ലാതെ കാളമൂത്ര പ്രസംഗം നടത്തിയത് കൊണ്ട് കാര്യമില്ല. ആളുകളെ പൊട്ടീസാക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അവിടെയുള്ള ഒരു 4-5 ആളുകൾക്ക് താങ്കളുടെ ഈ പൊട്ടീസാക്കലും കാളമൂത്ര പ്രസംഗവും തിരിച്ചറിയില്ല എന്ന് കരുതി മറ്റുള്ളവർക്ക് അത് അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കരുത്.